ഞാനൊരു ടോഡലർ മോമാണ്. അപ്പൊ എനിക്ക് കുറെ മെസ്സേജസ് വരുന്നത് ചേച്ചി എന്താണ് ബേബിക്ക് കഴിക്കാൻ കൊടുക്കണേ, എന്തൊക്കെ ഫുഡാ കൊടുക്കണമെന്നാണ്. സോ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു തേങ്ങയും കഴിക്കൂല, ഒരു സാധനം കഴിക്കൂല. ഒരപ്പം കൊണ്ട് പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിൽ 1, 2, 3 കഴിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നും കഴിക്കില്ല. ചോറ് കൊടുത്താൽ ഒരു വറ്റ ഇറങ്ങണമെങ്കിൽ വേണം 2 മണിക്കൂർ. അതിനുവേണ്ടി കാണിക്കാത്ത കോപ്രായങ്ങളില്ല, ഡാൻസ്, പാട്ട്, അത് ഇത് എന്ന് വേണ്ട സകല കോമാളിത്തരവും കാണിച്ചാലും ഒരു വറ്റ് മാത്രമേ കഴിക്കൂ. ഉണ്ടാക്കുന്ന ഫുഡ് കുഞ്ഞിന് പറ്റാത്താണോ എന്ന് കരുതിയിട്ട് യൂട്യൂബ് നോക്കിയിട്ട് പല പല വെറൈറ്റീസ് ആയിട്ടുള്ള അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ അത് കഴിക്കുമോ? വാ തുറക്ക പോലും ഇല്ല. മാറി മാറി പല പല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. തീരെ വയ്യെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പോവില്ല, വായിലേക്ക് ഒന്നും പോവില്ല. വായിൽ കൊടുക്കുമ്പോ വായിലേക്ക് കേറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും കഴിക്കണുണ്ടെന്ന് വിചാരിക്കും. ഒരു സെക്കൻഡ് കഴിയണതിന്റെ മുന്നേ എന്ന് പറഞ്ഞെങ്കിൽ തുപ്പിക്കളയും. പിന്നെ ചില എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുമല്ലോ എന്ന് ആഗ്രഹിച്ച് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ തുപ്പി അവിടെ ഇങ്ങനെ പൂക്കളിട്ട് വെച്ച പോലെ നല്ല ഭംഗിയിലാക്കി വെക്കും. പിന്നെ വീട് അടിച്ചു വരുന്നതിനെ പറ്റി പറയണ്ടല്ലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 8ഉം 10ഉം വെട്ടാണ് ഒരു ദിവസം ഫുള്ള് വീട് അടിച്ചു വരുന്നത്. കാരണം കൊടുക്കണ ഫുഡൊന്നും വായിലേക്ക് പോയിട്ടില്ലെങ്കിലും വീട് മൊത്തം ഇങ്ങനെ എന്താ പറയാ, ഈ ഫോൾസിന്റെ സമയത്ത് ഇലകളൊക്കെ വീണ് കിടക്കും പോലെ വീട് മൊത്തം ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും. ടെൻഷൻ അവനല്ല, എനിക്കാ. എന്താ കുഞ്ഞു ഭക്ഷണം കഴിക്കാത്തതെന്ന് ഓർത്ത് എനിക്കാ ടെൻഷൻ മൊത്തം. ടെൻഷൻ വരും ഇങ്ങനെ നമ്മൾ കൊടുക്കണൊക്കെ ഇങ്ങനെ തുപ്പിടുമ്പോഴും ഇങ്ങനെ വീണ്ടും വീടൊക്കെ അടിച്ചു വരേണ്ടി വരുമ്പോഴും അതൊക്കെ കാണുമ്പോഴേ നല്ല നല്ല ദേഷ്യം വരും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചീത്ത പറയാൻ പറ്റുമോ? എവിടെ ചീത്ത പറഞ്ഞാൽ മനസ്സിലാവണ പ്രായമാണോ? അതുമല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് നമ്മളിങ്ങനെ കൊടുത്തല്ലേ പറ്റൂ.